11/3/2026 ബുധനാഴ്ച വെച്ചുള്ള ശനിഗ്രഹത്തിൻ്റെ ഭാവമാറ്റം ആയില്യം, തൃക്കേട്ടക, രേവതി ഈ നക്ഷത്രക്കാർക്ക്. ഇത് കൂറ് വെച്ചിട്ടുള്ള മാറ്റമല്ല. കൂറ് വെച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ 2.25 നക്ഷത്രക്കാർക്ക് ഒന്നിച്ച് മാറുന്നതാണ്. ഇതങ്ങനെയല്ല. ഓരോ നക്ഷത്രവും എടുത്ത് ഭാവം കണക്കൂട്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫലം നിശ്ചയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കുറേ സൂക്ഷ്മമായിരിക്കും, കൃത്യമായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്. ശനി വെച്ചിട്ടുള്ള ഫലമാണ് പറയാൻ പോകുന്നത്. ശനി വെച്ചിട്ട് ഒരാൾക്ക് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ നല്ലത് പൂർണ്ണമായി കിട്ടണമെന്നൊന്നുമില്ല. കാരണം മറ്റുള്ള ഗ്രഹങ്ങൾ മോശത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നല്ല അങ്ങനെ കിട്ടിയെന്ന് വരില്ല. അതുവരെ ഒരാൾക്ക് ശനി മോശം എന്ന് പറഞ്ഞുകൊണ്ട് മോശമാണെന്നൊന്നുമില്ല. മറ്റുള്ള ഗ്രഹങ്ങൾ നല്ലതാണെങ്കിലും ഈ മോശം അത്ര അനുഭവപ്പെടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശനി നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്ന് മാത്രമാണ്. പക്ഷേ ശനി പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ്. വളരെ സാവധാനത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം അത് ചെയ്യുന്നത് കുറച്ച് കാലം ചെയ്തെന്ന് വരും. ഇപ്പം നമുക്ക് അപ്പോൾ ഭാവം വെച്ച് മാറുന്നത് ആയില്യം, കേട്ട, രേവതി നക്ഷത്രക്കാർക്കാണ്. നമുക്ക് ആദ്യം ആയില്യക്കാർക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അവർക്ക് ആരോഗ്യഭാവത്തിലായിരുന്നു ഇപ്പോൾ ശനി ഉണ്ടായിരുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പെട്ടെന്നുള്ള ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന തരത്തിലാണ് ശനി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള രോഗങ്ങൾ, പെട്ടെന്നുള്ള ശത്രുതകൾ, എന്തെങ്കിലും തടസ്സമെല്ലാം ഉണ്ടാവുക, ഇന്നത്തെ ഒരു ഭാവത്തിലായിരുന്നു ശനി ഉണ്ടായിരുന്നത്. അപ്പോൾ അത്ര നല്ല സ്ഥാനത്തല്ല ഇപ്പോഴും ശനിയുള്ളത്. ഇനി ശനി മാറുന്നത് അത്ര നല്ല സ്ഥാനത്തല്ല. മനസ്സിന് കുറച്ച് സമാധാനക്കേട് ഉണ്ടാക്കുന്ന ഭാവത്തിന്, ആരോഗ്യത്തിനെക്കാട്ടിയും മനസ്സിൻ്റെ സമാധാനക്കുറവ്. ഇപ്പം അനാവശ്യ യാത്രകളെല്ലാം വേണ്ടി വരും. ജോലി സർവീസിലെല്ലാം ഉള്ളവരാണെങ്കിൽ കണ്ടമാനം യാത്രകൾ വേണ്ടി വരിക. മക്കൾ പിതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല സമയമല്ല. ഉല്ലാസ യാത്രകളൊന്നും പോകാൻ പറ്റിയ സമയമല്ല. യാത്രകളെ കൊണ്ട് കുറേയൊക്കെ പ്രയാസങ്ങളുണ്ടാകും. മനസ്സമാധാനക്കുറവുണ്ടാകും, ടെൻഷനുണ്ടാകും. അപ്പോൾ ഈ മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ സാഹചര്യം അനുസരിച്ചാണ്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത്തരത്തിൽ പഠിപ്പിലെല്ലാം കുറച്ച് താല്പര്യക്കുറവെല്ലാം കണ്ടെന്ന് വരാം. ജോലി സ്ഥലത്താണെങ്കിൽ പ്രശ്നങ്ങൾ, മറ്റുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള, ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാമാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന തരത്തിൽ ഇപ്പോൾ ആരോഗ്യപരമായിട്ടാണെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. ഓരോ ആൾക്ക് അവരവരുടെ സാഹചര്യത്തിനനുസരിച്ചാണ്. പൊതുവെ പറയുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു മനസ്സമാധാനക്കുറവ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സമയമാണ് ശനി വെച്ച് പറയാനുള്ളത്. ഇനി കേട്ട നക്ഷത്രക്കാർക്കാണ്. കേട്ട നക്ഷത്രക്കാർക്ക് ശനി കുറച്ച് മോശ സ്ഥലത്തായിരുന്നു. കുടുംബപരമായി മോശം, സാമ്പത്തികപരമായി മോശം, വിദ്യാഭ്യാസപരമായിട്ട് മോശം. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങുമ്പോൾ ധനനഷ്ടം സംഭവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലമെല്ലാം വിൽക്കണമെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നടക്കാതിരിക്കുക. ഇനി അഥവാ വിൽക്കാൻ പറ്റിയെങ്കിൽ നഷ്ടം സംഭവിക്കുക. മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം ഉണ്ടാവുക. ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സ്ഥലമായിട്ടായിരുന്നു ശനി ഇപ്പോൾ ഉള്ളത്. ആ ശനി ഇപ്പോൾ ഇനി മാറുന്നതും മോശസ്ഥാനത്തേക്ക് തന്നെയാണ്. പക്ഷേ മനസ്സമാധാനക്കുറവാണ് അവർക്കും പ്രശ്നം. മനസ്സിനൊരു സമാധാനക്കുറവ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല സമയമല്ല. മക്കൾക്കും അത്ര നല്ല സമയമായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഉണ്ടാവുക. അതേപോലെ തന്നെ ചിലപ്പോൾ ഉറക്കം കിട്ടാത്ത പ്രശ്നങ്ങൾ. സമാധാനമില്ലെങ്കിൽ പിന്നെ ഉറക്കവും കിട്ടില്ല.
അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ള സ്ഥലത്തേക്കാണ് ശനി മാറുന്നത്. അപ്പം ഇവിടെയും വസ്തു, പ്രോപ്പർട്ടി ഇതെല്ലാം ബന്ധപ്പെട്ട സ്ഥലത്താണ് മോശമായിരുന്നത്. ഇപ്പം അതിൽ നിന്നും കുറച്ച് ബെറ്ററാണ്. മനസ്സമാധാനക്കുറവുണ്ടെന്നേ ഉള്ളൂ. അപ്പം ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്ന് വരാം. പക്ഷെ എന്നാലും മനസ്സമാധാനം എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു തൃപ്തിയില്ലാത്ത അവസ്ഥയിലുള്ള സ്ഥലത്തേക്കാണ് ശനി വന്നിരിക്കുന്നത്. അപ്പം അയിലേക്കാർക്ക് മോശം തന്നെ, കേട്ടക്കാർക്ക് മോശം തന്നെ. രണ്ടുപേർക്കും ഇപ്പോഴും മോശം തന്നെയാണ്. നാളെ കടക്കുന്ന ഭാവവും മോശം തന്നെയാണ്. പക്ഷേ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് രണ്ടുപേർക്കും മോശം ഇപ്പോൾ കാണുന്നത്. മാനസിക പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുക, അത്തരത്തിലുള്ളത്. ഇനി നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ ഇത് നോക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഇതുവരെ ട്രാൻസ്ഫർ മൂലമുള്ള പ്രയാസങ്ങളെല്ലാം ഉണ്ടാവുക, അലസത അനുഭവപ്പെടുക, ഏകാന്തത ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുക, ട്രാൻസ്ഫർ മൂലമുള്ള പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ഇതെല്ലാമാണ് ആ ഒരു ഭാവത്തിലാണ് ശനി ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അനാവശ്യമായ പണനഷ്ടം, വേണ്ടാതെ കേസ് വഴക്കിലെല്ലാം കൊണ്ട് തലയിടേണ്ടി വരിക, അപവാദങ്ങൾ കേൾക്കുക, ആരെങ്കിലും കുറ്റം പറയുക, പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഭാവത്തിലാണ് ശനി ഉണ്ടായിരുന്നത്. അപ്പം ശനി നല്ല സ്ഥലത്തല്ല. എന്നാൽ ഇനി കടക്കുന്നത് അത് സാമ്പത്തിക നഷ്ടം, അലസത, ഇത്തരം ഭാവങ്ങളിലാണ്. വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയതായിരുന്നില്ല. എന്നാൽ ശനി ഇപ്പം കടക്കാൻ പോകുന്നത് വ്യക്തിപരമായ ഭാവത്തിലേക്കാണ്. അപ്പം ആരോഗ്യപരമായ കുറച്ച് പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും. നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ആ അസുഖങ്ങൾ കുറച്ച് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് തന്നെ എല്ലാ കാര്യത്തിനും ഒരു മടുവന്തിന് ഇറങ്ങി തിരിച്ച വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇറക്കി തിരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കാതിരിക്കുക, അതിലെല്ലാം തടസ്സമുണ്ടാവുക. ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാവുക, പുതുതായിട്ട് രോഗങ്ങൾ ഉണ്ടാവുക, അല്ലെ സ്ഥിരമായിട്ട് രോഗമുള്ളവരാണെങ്കിൽ അത് കുറച്ച് വർദ്ധിക്കുക. അതുപോലെ അലസതയെല്ലാം ഒഴിവാക്കണം. നമ്മൾ തന്നെ കുറച്ച് ആക്റ്റീവായിട്ട് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമ്മളെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ സമയം നല്ലതാണ്, നമുക്ക് ഇങ്ങോട്ട് വന്ന് കയറും എന്നെല്ലാം വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ ആക്റ്റീവായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിൽ നിന്ന് മറികടക്കാം. അപ്പോൾ ഈ അലസതയെല്ലാം ഒഴിവാക്കിയിട്ട് അതേസമയം നമ്മൾ ആരോഗ്യത്തിലെല്ലാം ശ്രദ്ധിക്കുകയും വേണം. അതേപോലെ തന്നെ വേണ്ടാത്ത പ്രശ്നങ്ങളിലൊന്നും തലയിടാതിരിക്കുക. ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയാനുള്ള സാധ്യതയിലുള്ളൊരു സ്ഥലത്താണ് ശനി വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക. പൊതുവേ നമുക്ക് സമയം മോശമാണ്. അതുകൊണ്ട് എല്ലാത്തൊന്നും അറിഞ്ഞുകൊണ്ട് ഇത്തരം ഇഷ്യൂകളിലൊന്നും തലയിടാതെ മാറി നിൽക്കുക. അതാണ് ഇതിനുള്ള പരിഹാരം. അപ്പോൾ ഇപ്പം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആയില്യം നക്ഷത്രക്കാർക്കും കേട്ട നക്ഷത്രക്കാർക്കും രേവതി നക്ഷത്രക്കാർക്കും ഇതുവരെ മോശ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്. ഇനി കടക്കുന്നത് മോശ സ്ഥലത്ത് തന്നെയാണ്. അതിലെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസം വന്നതേ ഉള്ളൂ. അതുകൊണ്ട് അധികം ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ വിഷമം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴും മോശ സ്ഥലത്ത് തന്നെയാണ്. ആ സ്വഭാവത്തിൽ കുറച്ച് മാറ്റം വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് സമയം മോശം കുറച്ച് കാലം കൂടിയും ഉണ്ട് എന്ന് ആ നിലയിൽ കണ്ടാൽ മതി. അതിൻ്റെ സ്വഭാവത്തിലേ മാറ്റം വന്നിട്ടുള്ളൂ, അല്ലാതെ നല്ല സമയത്തുനിന്ന് മോശത്തിലേക്ക് പോകുന്നതല്ല. മോശ സമയം തന്നെയാണ്. അതുകൊണ്ട് ഇനിയും കുറച്ച് കാലം വേറൊരു തരത്തിൽ കുറച്ച് മോശമാണ്. ആ തരത്തിൽ കണ്ടാൽ മതി. ഇതാണ് 11/3/2026 ബുധനാഴ്ച വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം.
ആയില്യം, കേട്ട, രേവതി നക്ഷത്രക്കാർ.